നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ 99% ആളുകൾക്ക് അറിയാത്ത ഒരു സെറ്റിങ്സ്, ഒരു ഫീച്ചർ. നമ്മുടെയൊക്കെ ഫോണിനകത്തുള്ളൊരു ഫീച്ചറാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ അതിനകത്തുണ്ട്. ഏതാണ് ആ ഫീച്ചർ, അതെങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അധികം ആളുകൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സുകൾ മാത്രമേ അറിയുന്നുള്ളൂ. മൊബൈൽ ഫോണിനകത്ത് ചില ഭാഗത്ത് ചില ഫീച്ചറുകൾ കൂടെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മൾക്ക് ഫോണിനകത്ത് റീസെൻറ്റ് ടാബ് എന്നുള്ള ഫീച്ചർ ഉണ്ട്. ഈ റീസെൻറ്റ് ടാബിനകത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് അപ്പം കാണാൻ സാധിക്കും, ഇവിടെ ഇടത് ഭാഗത്താണ് ഈ റീസെൻറ്റ് ടാബ് എന്നുള്ളത്. ഈ റീസെൻറ്റ് ടാബ് ചില ആളുകളുടെ ഫോണിനകത്ത് മധ്യഭാഗത്തുള്ള ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോഴായിരിക്കും റീസെൻറ്റ് ടാബ് കാണാം. ചില ആളുകളുടെ ഫോണിനകത്ത് വലതുഭാഗത്തുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും റീസെൻറ്റ് ടാബ് കാണിക്കാം. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഓപ്പോ മൊബൈൽ ഫോണിനകത്ത് ഇടത് ഭാഗത്ത് കാണിക്കുന്ന ഈ ബട്ടണിലാണ് റീസെൻറ്റ് ടാബ് ഉള്ളത്. ഞാനത് ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാൻ സാധിക്കും റീസെൻറ്റ് ടാബ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റിങ്സുകൾ എല്ലാം ഇതിനകത്ത് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത്. ഇപ്പോൾ ഒരാൾ യൂട്യൂബിൽ വീഡിയോ കാണാണ്, ആ വീഡിയോ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു, അതിനുശേഷം അവർ റീസെൻറ്റ് ടാബ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ആ വീഡിയോ എവിടെയാണ്, ഏതാണ് വീഡിയോ, എവിടെയാണ് അവസാനം കണ്ടതെന്നൊക്കെ അറിയാൻ സാധിക്കും. സാധാരണ ചില ആളുകളൊക്കെ മൊബൈൽ ഫോൺ എടുത്ത് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അവർ ഏത് ആപ്പാണ് അവസാനമായി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏത് ആപ്പിലാണ് അവരിപ്പോൾ നിലവിലുള്ളത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ഇതുപോലെ റീസെൻറ്റ് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് ഏതാണെങ്കിൽ അതിവിടെ ഫസ്റ്റിലായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് റീസെൻറ്റ് ടാബ്. ഈ റീസെൻറ്റ് ടാബിനകത്തുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ ആപ്പ്, ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണുന്ന യൂട്യൂബാണ്. ഇതൊക്കെ ഞാൻ ഓരോ സമയത്ത് ഉപയോഗിച്ച ആപ്പുകളാണ്, അതായത് റീസെൻ്റ്ലി ആയിട്ട് ഉപയോഗിച്ച ആപ്പുകളാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു ഡോട്ട് കാണും, 3 ഡോട്ട് കാണുന്നത്, ഈ കാണുന്ന 3 ഡോട്ട്, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ അധികം സെറ്റിങ്സുകൾ കാണും. അധികം ആളുകൾക്കും അറിയാത്ത സെറ്റിങ്സുകളാണ് ഇതെല്ലാം. ഇതിലേതൊക്കെ സെറ്റിങ്സിലാണോ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ലോക്ക്. ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റീസെൻറ്റ് ടാബ് പലപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഒരുപാട് റീസെൻറ്റ് ടാബ് കാണും. ഞാൻ ഉപയോഗിച്ച ആപ്പുകളാണ് ഇതൊക്കെ. റീസെൻറ്റ് ടാബിൽ കിടക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നുണ്ട്. അതായത് ഈ ആപ്പുകളൊക്കെ, ഞാൻ ഉപയോഗിച്ച ആപ്പുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്പുകളാണെങ്കിൽ അതിലേക്കുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റീസെൻറ്റ് ടാബ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ താഴെ ക്ലോസ് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും താഴെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്ലോസ് ആയിട്ട് പോകും. ഇനി ഈ ഒരു ഫീച്ചറിനകത്ത് ഇപ്പോൾ ഞാനിവിടെ യൂട്യൂബാണ് എടുത്തിരിക്കുന്നത്, യൂട്യൂബിൻ്റെ റീസെൻറ്റ് ടാബാണ്. ഇതിനകത്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് എന്ന് കാണുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബ് എന്ന് എഴുതിയതിന് നേരെ അവസാനത്തിൽ ലോക്ക് ചിഹ്നം കാണും. ഈ ലോക്ക് ചിഹ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റീസെൻറ്റ് ടാബ് മൊത്തത്തിൽ ക്ലീൻ ചെയ്താൽ യൂട്യൂബ് അവിടെ കിടക്കും, ബാക്കിയുള്ള എല്ലാം ക്ലോസ് ആയി പോകും. ഇപ്പോൾ 2 ആപ്പ് ഞാൻ സേവ് ചെയ്തത് കാണാൻ സാധിക്കും, യൂട്യൂബും YT സ്റ്റുഡിയോയും. മറ്റൊന്നും ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല. ഇനി ഞാൻ റീസെൻറ്റ് ടാബ് ക്ലിക്ക് ചെയ്യാണ്, താഴെ കാണുന്ന ക്ലോസ് ആൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ ക്ലോസ് ആയിപ്പോയി. ഇപ്പോൾ റീസെൻറ്റ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ലോക്ക് ചെയ്ത യൂട്യൂബ് ഇവിടെ ഉണ്ട്, YT സ്റ്റുഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഇത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഇവിടെ അൺലോക്ക് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ലോക്ക് ബട്ടൺ, ലോക്കിൻ്റെ ചിഹ്നം ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇത് അടുത്തും കാണാൻ സാധിക്കും, ലോക്കിൻ്റെ ചിഹ്നം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ളതാണ്. ഇത് അധികം ആളുകൾക്ക് അറിയുന്നതായിരിക്കും. സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ പകുതിയാക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന യൂട്യൂബാണ്. യൂട്യൂബിൽ ഞാൻ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഒരു പകുതി ഭാഗം യൂട്യൂബും പകുതി ഭാഗം വാട്സപ്പുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ വാട്സപ്പിൽ ചാറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ കാണുന്ന ഈ സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരേ സമയം 2 ആപ്പുകൾ വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏതൊരു ആപ്പാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ആപ്പ് റീസെൻറ്റ് ടാബിലുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ യൂട്യൂബ് നിലവിൽ ഇവിടെ ഉണ്ട്, മുകളിലായിട്ട് ഐക്കൺ കാണാൻ സാധിക്കും. ഇനി ഞാനിപ്പോൾ ഈ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ യൂട്യൂബ് കാണിക്കുന്നുണ്ട്, യൂട്യൂബാണ് മുകളിലുള്ളത്, താഴെ ഉള്ളത് വാട്സപ്പാണ് കാണാൻ സാധിക്കും. ഒരേ സ്ക്രീനിൽ തന്നെ വാട്സപ്പിൽ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുകയും ചെയ്യാം, മുകളിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ കാണുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ ഹൈഡ് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അതായത് ഞാനിവിടെ യൂട്യൂബിൽ അവസാനമായി കണ്ട വീഡിയോ ഏതാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ YT സ്റ്റുഡിയോയിൽ അവസാനമായിട്ടുള്ള വീഡിയോ ഏതാണെന്നും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റീസെൻറ്റ് ടാബ് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനമായി യൂട്യൂബിൽ കണ്ട വീഡിയോ ഏതാണെന്ന് ഈ റീസെൻറ്റ് ടാബ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വെച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും കാണാൻ സാധിക്കാത്ത വീഡിയോ അല്ലെങ്കിൽ ചില വാട്സപ്പിലെ ചാറ്റുകളൊക്കെയാണ് റീസെൻറ്റ് ടാബിൽ കാണിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വാട്സപ്പിലാണെങ്കിൽ ചാറ്റ് ചെയ്യുന്നത് കാണാം, യൂട്യൂബിലാണ് നമ്മൾ ഏതാണോ പ്ലേ ചെയ്തത് അത് കാണും. അപ്പോൾ ഈ കണ്ടൻറ്റ്, ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഹൈഡ് കണ്ടൻറ്റ് എന്ന് കൊടുത്താൽ ഇതാ യൂട്യൂബ് ക്ലോസ് ആയി, യൂട്യൂബിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ക്ലോസ് ആയി, ഇവിടെ കാണില്ല. ഇനി ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ കണ്ടൻറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ഹൈഡ് കണ്ടൻറ്റ് എന്നുള്ളത്. ഇനി ഇത് തിരിച്ചു കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഷോ കണ്ടൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പഴയതുപോലെ യൂട്യൂബിൻ്റെ ആ ഒരു റീസെൻറ്റ് ടാബിൽ വെച്ച് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണും. ആപ്പ് ഇൻഫോ എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ആപ്പുകളുടെ ഡീറ്റെയിൽസ്
നമ്മൾ ആപ്പ് പെർമിഷൻ കൊടുത്തത്, ആപ്പിലേക്കുള്ള പെർമിഷൻസ് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷനാണ് ആപ്പ് ഇൻഫോ എന്നുള്ളത്. അവസാനത്തത് മാനേജ് എന്നുള്ള ഓപ്ഷനാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുപോലെ ഓരോ ആപ്പുകളുടെയും ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് കാണാം, ക്ലീൻ അപ്പ് സ്റ്റോറേജ് ഫ്രം റീസെൻറ്റ് ടാസ്ക് എന്നുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം എല്ലാവരും. കാരണം നിങ്ങളുടെ ഫോണിനകത്തുള്ള നിങ്ങൾ റീസെൻറ്റ് ടാബിലുള്ള ആപ്പുകൾ, ഓരോ ആപ്പുകൾക്ക് നേരത്തെ കണ്ട പോലെ വാട്സപ്പ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ റീസെൻറ്റ് ടാബിലുള്ള ആപ്പുകൾ അത് ഓരോ സമയം അതിൻ്റെ സ്റ്റോറേജ് ക്ലീൻ ചെയ്തുകൊണ്ട് റീസെൻറ്റ് ടാബിൽ കിടക്കും. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ എനേബിൾ ചെയ്യാതിരുന്നാൽ നമ്മൾ റീസെൻറ്റ് ടാബിലെ ആപ്പുകൾ വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറേജും ഫുള്ളാകും. അപ്പം സ്റ്റോറേജ് ക്ലീൻ ചെയ്തുകൊണ്ട് റീസെൻറ്റ് ടാസ്ക് കാണിക്കാനുള്ള ഫീച്ചറാണ് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഇത് റീസെൻറ്റ് ടാബിനകത്ത് അധികം ആളുകൾക്ക് അറിയാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.